നമ്മളിതാപ്പത മറിച്ചിടാണ്. സൂപ്പർ സൂപ്പറാണല്ലോ. നമുക്ക് ചാമ്പക്ക പറിക്കാം ഗൈസ്. ഹലോ ഗൈസ് ഇന്ന് ഞാൻ ഒറ്റക്കാട്ടോ വന്നത്. എന്താന്ന് വെച്ചാൽ ഒറ്റക്കല്ല, ഇന്ന് ഷെന്നിക്കാരുടെ കുറച്ച് എന്താ പറയാ കുക്കിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരു വ്ളോഗാണ്. ജസ്റ്റിനല്ല, അല്ലേ ഓള് ഇവിടെ ഉണ്ടാവുകയും ഞാൻ ഒറ്റക്കുള്ളൂ. എന്നാലും വേണ്ടില്ല, ഓളെ ഈ സമയത്ത് മിസ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. അങ്ങനെ എന്താ പറയുക, എന്തായാലും വേണ്ടില്ല, നമുക്കിന്ന് ഷെന്നിക്ക ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കി തരാമെന്നാണ് പറഞ്ഞത് കേട്ടോ. എന്താവെന്ന് അറിയില്ല, ഒരു വീഡിയോ കണ്ടിട്ട് അതുപോലെ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് വന്നിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു നൂൽപുട്ടിൻ്റെ പഴത്തിൻ്റെ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വീഡിയോ നമ്മളെ പ്രൊഫൈലുണ്ട് കേട്ടോ, എടുത്ത് നോക്കിയാൽ മതി. അപ്പം നമുക്ക് അടുത്ത പരീക്ഷണം കാണാം ഗൈസ്. അപ്പം ബൈ. അങ്ങനെ ക്യാരറ്റൊക്കെ നമ്മളിതാ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ക്യാരറ്റിൻ്റെ നീരെടുക്കാനാണ്, സത്തെടുക്കാനാണ് കേട്ടോ. ഇതാ കുറച്ചൊക്കെ എടുത്തിക്കുന്നു. ഇനി അടുത്തത് ടെക്നിക്കൽ ഇഷ്യൂ കാരണം അതാ തിരിച്ചെടുക്കുന്നുണ്ട്, എയർ ടൈറ്റ് ആയിപ്പോയി. അപ്പോൾ നമുക്ക് അതൊന്ന് എടുത്തിട്ട് ഒന്നുകൂടെ സെറ്റ് ചെയ്യണം. എന്താവും, എന്താ ചിരിയൊക്കെ, ഇത് റെഡി ആയില്ലെങ്കിൽ. അപ്പം കുറച്ച് കിട്ടിക്കണം എന്തായാലും, ബാക്കി എന്താവും എന്ന് നോക്കാം. വീട്ടിൽ ഗൈസ് എപ്പോഴും ഒരു വാഴക്കൊല ഉണ്ടാവും. ഇന്നതാ നമ്മളെ നേന്ത്ര വാഴക്കൊലയാട്ടോ. ഇത് ജസ്റ്റിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. നമ്മളെ വീഡിയോയിൽ കണ്ടവർക്ക് മനസ്സിലാവും. എന്താ പറയുക, അല്ലെങ്കിൽ സാധാരണ ചെറിയ പഴാട്ടം ഉണ്ടാവല്, ഇന്ന് അതാണുള്ളത്. അപ്പം ഇന്ന് അതിനെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്നു. അപ്പം അതിൻ്റെ ഇടയിലാണ് ഷെന്നിക്ക പറഞ്ഞത് ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് അതായിക്കോട്ടെ എന്ന്. അപ്പം നമുക്കിത് എന്താവും കാണാം. മെല്ലാക്കിയോളെ. അങ്ങനെ ആ സെക്ഷൻ കഴിഞ്ഞു. ഇനി ആക്കണം തന്നെ. ശരി, അപ്പോൾ നഞ്ഞും പോവാണ്ടോ അല്ലേ. ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ. ഇതാണ് പാക കിട്ടിയത്. അങ്ങനെ ലാസ്റ്റത്തെ സെക്ഷൻ കൂടി കഴിയാനായി. നമ്മൾ അതോടെ ഇട്ടിട്ട് എന്തൊക്കെയോ കാക്കുണ്ട്. ലാസ്റ്റ് കൈകൊണ്ട് പിയ്യേണ്ടി വരും. അപ്പം നമ്മൾ നീരൊക്കെ എടുത്ത് കഴിഞ്ഞ് ഇതിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. നല്ല സൂപ്പറായിട്ടുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. ഇത് നമുക്ക് ഇനി ഉണ്ടാക്കാൻ പോണത് ഇതിനോടാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കാം, വേണമെങ്കിൽ കുടിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ കുടിക്കണ്ട. ക്യാരറ്റൊക്കെ സെറ്റാക്കി ഇനി നമുക്ക് മൈദ ഉണ്ട് ആവശ്യം. മൈദ അരിച്ചെടുക്കാനായ അരിപ്പ അതെന്തിനാ, ബേക്കിംഗ് പൗഡർ. അതിലൂടെ നമുക്ക് സെറ്റാക്കാം. ആത്മാർത്ഥത്തോടെ ചെയ്യുന്നത്. ഇപ്പം മൈദ നമ്മളൊരു ഗ്ലാസ് മൈദ ഇട്ടെടുത്ത് അതിലേക്ക് 1 ടീസ്പൂണാണ് ബേക്കിംഗ് സോഡ വേണ്ടത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യൂ, ലാസ്റ്റ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ കേട്ടോ. ഞാനൊന്നും പറയില്ല, തിന്നതിനിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാണ്ടി. അടിച്ചെടുക്കാം ഗൈസ്, നമുക്കിത് പുറത്തേക്ക് പോകുന്നുണ്ട്. നമുക്ക് മൈദയും ബേക്കിംഗ് സോഡ എല്ലായിടത്തും സെയിം പോലെ ആവാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇനി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. 3 പ്രാവശ്യം ചെയ്യണം. ഒരു പ്രാവശ്യമായി, രണ്ടാമത്തെ പ്രാവശ്യം. ഇനി ഒരു പ്രാവശ്യം കൂടെ ചെയ്യണം. അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ചാൽ പഞ്ചസാര പൊടിക്കലാണ്. നമുക്ക് നല്ലോണം പഞ്ചസാര നല്ലോണം അരിച്ച് പൊടി പോലെ ആക്കണം. ഇത് മതിയോ? അങ്ങനെ കാഴ്ചത് തീയും പോക്കൊക്കെ പറപ്പിച്ച് നല്ലോണം പൗഡർ പോലെ ആയിരുന്നു കേട്ടോ. നമുക്കിത് സെറ്റാക്കാം. ഇനി അടുത്ത പണി നോക്കാം. ഇത് റെഡിയായി. അപ്പോൾ എന്തൊക്കെ തട്ടിയിട്ടാണ്. ഇനി നമ്മൾ പഞ്ചസാര കാരമലും ചെയ്യാൻ പോകാം കേട്ടോ. പഞ്ചസാര കുറച്ചിട്ടേക്കുന്ന ചൂടായി. യെസ്, ഒരു ബ്രൗൺ കളറാവണം. നല്ല രസത്തെ കാണാനേ. അങ്ങനെ വരുമ്പോൾ മറ്റേ വീഡിയോയിൽ കണ്ടില്ല അതിൻ്റെ വാരി ഇതാക്കിയാൽ ഗൈസ്.
അല്ല ഇത് പോരെ വെളിച്ചെണ്ണ മതിയോ? ഉണ്ടല്ലോ മറ്റേ പഞ്ചസാര കുറേ ഉണ്ടല്ലോ, അപ്പം അത് മതിയാവും. ഇത് ബ്രൗൺ കളർ അയക്കണം കേട്ടോ. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. മതി. കൈ പൊള്ളല്ലേ? എൻ്റെ കൈ പൊള്ളി ഗൈസ്. കിട്ടുമോ? ഓർച്ചോ? അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇതാ 1/2 കപ്പ് ഓയിൽ ഒഴിക്കാൻ പോകാം കേട്ടോ. അല്ല ഒഴിച്ച് ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഓ ഇതിലേക്ക് ഇട്ടോളി. ഫുള്ള് വേണം. നല്ലോണം മിക്സാക്കി ഒരു സാധനത്തിനോട് ഇങ്ങനെ ആക്കിയാലോ? എന്തേലും ബീറ്ററുണ്ട്. നമ്മൾ സ്പൂണോണ്ട് ഇതാക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് ആവാണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ബീറ്ററുകൊണ്ടൊന്ന് ആക്കാം. അപ്പോൾ നമുക്ക് ബീറ്റർ എടുത്തിക്കുന്നത് അതുകൊണ്ട് സെറ്റാക്കാം. അയ്യോളി അല്ല പാത്രം പൊട്ടി പോണ്ട. അങ്ങനെ ഇത് നല്ലോണം മിക്സ് ആയിട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കോഴിമുട്ട ഇട്ട് കൊടുക്കാം. 2 കോഴിമുട്ടാണ് നമ്മൾ ഇടുന്നത്. അങ്ങനെ ഇതും ഇനി നമുക്ക് ഒന്നുകൂടെ നല്ലോണം അടിച്ചെടുക്കാം ഗായ്സ്. ഇനി കുറച്ച് നമുക്ക് വാനില എസൻസ് വെച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക്. എന്നിട്ട് ഇനിയും ഒന്ന് മിക്സ് ആക്കി എടുക്കണം. നല്ലോണം മിക്സ് ആവണം കേട്ടോ. ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ. സ്വിച്ചിട്ടാൽ വർക്കൊന്നും ചെയ്യില്ല. നല്ല സ്മെല്ലുണ്ട്. ഇത് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ടോളി. നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ക്യാരറ്റ് കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. സാരില്ല, നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് മതി. ഇനി നമുക്ക് മൈദ ആണ് ഇതിലേക്ക് ചേർക്കേണ്ടത് കേട്ടോ. നല്ലോണം ഒന്ന് എല്ലായിടത്തും ആയിട്ട് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഇട്ട് അധികം ഇറക്കാൻ പാടില്ല. നമുക്കിത് കുറച്ചിട്ട് തോന്നാവണ്ട കേട്ടോ. മതിയല്ലേ? ഇനി അത് മിക്സ് ആക്കാം. എല്ലായിടത്തും ഒരേപോലെയാണ് വരെ ആക്കണേ. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചത് നല്ലോണം മിക്സ് ആക്കിയിരുന്നു കേട്ടോ. ഇനി നമുക്ക് കാരമലിലേക്ക് ഒഴിച്ചെടുക്കട്ടോ. നേരത്തെ ആക്കി വെച്ചേ. ഇതിപ്പോൾ നമ്മൾ നല്ലോണം അത് കാരമൽ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മുന്തിരിയൊക്കെ വേണമെങ്കിൽ ഇടാം. ഇതാ നമ്മൾ ഇതൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതും ഇടാം. മുന്തിരിയും കുറച്ചിടാം. നമ്മളത് മുന്തിരി കേട്ടോ. ഇതിട്ടിട്ട് മൈദയിൽ കുഴച്ച മുന്തിരി ഇതിടണോ? കുറച്ച് മതി. കുറേ ആയാലും ഒരു രസം ഉണ്ടാവും. ഇതാക്കിയാണ് അതും ഇതിലേക്ക് ഇട്ടെടുക്കാം. നമുക്ക് ഒക്കെ മതി. ഇട്ടോളി. ഇനി ഇത് ചെറുതായിട്ട് ഇളക്കി കൊടുക്കട്ടോ. എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ടാണ്. നല്ലോണം ഇളക്കണ്ട. അങ്ങനെ മതി. അപ്പോൾ ഗൈസ് നമ്മളിതാ ഇതിലാട്ടോ ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഓയിൽ ചുറ്റിലും
തേച്ച് കൊടുക്കുന്നുണ്ട് പാത്രത്തിൻ്റെ ചുറ്റിലും. അങ്ങനെ ഇത് ഒട്ടി പിടിച്ചോളാതെ വെക്കാൻ വേണ്ടിയിട്ടാട്ടോ, കേക്ക് ഇതിൽ ഒട്ടി പിടിക്കാതെ വെക്കാൻ. നമുക്ക് എന്നിട്ട് അടിയിൽ നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കട്ടെ. നമ്മൾ കട്ട് ചെയ്തതാട്ടോ വട്ടത്തിൽ, കട്ട് ചെയ്ത് നമുക്ക് അതിലേക്ക് വെച്ച്. ഇനി ഇതിലേക്കാണ് ഇതോട് ഒഴിക്കേണ്ടത്. അതിലൂടെ എല്ലായിടത്തും ഒന്ന് ഒരേപോലെ ആവാൻ വേണ്ടി ഒന്ന് തട്ടി കൊടുക്കണം കേട്ടോ. ഒരേപോലെ തട്ടിയാൽ എല്ലായിടത്തും ഒരേപോലെ ആവും. എന്താ പൊടി നമ്മളെ സാധനം ഇപ്പോൾ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിതാ പാത്രത്തിലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലിങ്ങനെ കാണിക്കാൻ പറ്റില്ല, പിന്നെ ഇങ്ങോട്ട് ചെരിഞ്ഞു പോലോ. അപ്പം ഇനി നമുക്കിത് ഓവനിൽ വെക്കാം. എന്താവും അറിയില്ല, ഇതുവരെ ഉള്ളതൊക്കെ നല്ല വൃത്തിക്ക് നല്ല അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓവനിൽ വെച്ചിട്ട് ഇതിങ്ങനെ എന്താവും എന്നുള്ളത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നോക്കാം ഗൈസ്. സക്സസ് ആയാൽ മതിയായിരുന്നു. എന്താ പറയുക, അപ്പം നമുക്ക് എന്താവും നോക്കാം, ഇത് ഓവനിൽ വെച്ച് കഴിഞ്ഞിട്ട് എന്താവും. ഇനി ഗൈസ് ഇതിൻ്റെ മേലിടാൻ വേണ്ടിയിട്ട് ചന്നിക്ക അപ്പം പോയി വാങ്ങിക്കൊണ്ടുവന്ന കേട്ടോ ഇതാ അണ്ടിപ്പരിപ്പ്. ഇവിടെ ഇല്ലായിരുന്നു, ഇവിടുത്തെ തീർന്നു പോയി. എന്നിട്ട് ഇതാ പാവന്ന് വണ്ടിയൊക്കെ എടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന്. എന്താ ഉത്സാഹം, ഞങ്ങളെന്താ പറഞ്ഞാൽ അതൊന്നും കേൾക്കൂല. കണ്ടോ ചിരിക്കുന്ന, നിങ്ങളെന്താ വാങ്ങാൻ പോണേ ഞാൻ കാണട്ടെ കേട്ടോ. ഇനി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വാങ്ങിക്കൊണ്ട് അത് എടുക്കാൻ മറന്നു കിട്ടും പോണതൊക്കെ. അതാ മേലെ ഡെക്കറേഷൻ കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും. ഇങ്ങനെ ഇതായി വന്നാൽ ഇതാ റെഡി ആയിട്ടുണ്ട്. കേക്കൊക്കെ സെറ്റ്, അല്ല ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കിത് ഓവനിൽ കൊണ്ടാക്കാം അല്ലേ. അടുത്തോളി, ഇത് ഇനി അതൊക്കെ നന്നാക്കണം. മുകളിൽ വെക്കാം കേട്ടോ. ഇതിന് ടൈം അറിയോ നിങ്ങൾക്ക്? 50 മിനിറ്റ് 180 ഓക്കെ. അപ്പം നമ്മളെ സാധനം എന്താ ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താവും കണ്ടറിയാം. റെഡി ആയി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കേട്ടോ ഗൈസ്. ഗൈസ് ഇതിതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ പൊന്തിയൊക്കെ വന്നിരിക്കണ്. സെറ്റായി പുറത്തെടുക്കാൻ കുറച്ച് മിനിറ്റുകളോട് ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പൊ കേക്ക് എടുക്കാൻ പോവാണ്. അതിനോട് എടുത്തല്ല, ചൂടുണ്ടാവും. ഓവൻ തുറന്നു കേക്ക് എടുക്കുന്ന ഇതിനോട് ഇങ്ങനെ ആ സാധനത്തിനോട് ഇങ്ങനെ എടുത്താൽ മതി. നല്ല മണമുണ്ട്, പണം കുറവായിരിക്കും. നല്ല രസമായി. കുറച്ച് കാറ്റ് കൊള്ളിക്കാം. നമ്മളിതാപ്പതാ മറിച്ചിടാണ്. അതെ അതിന്റെ മാതിരി ദുബായ് കുനാഫന്റെ കളർ പോലെ അയക്കുന്നത്. ഇത് നമ്മളെ ബട്ടർ പേപ്പർ ആട്ടോ. അത് എടുക്കണോ? സൂപ്പർ. തിരിച്ചിട്. ഇത് ഓൺലൈൻ ആയിട്ട് ചേരുന്നതാണെന്ന് പറഞ്ഞാൽ ഓൾ ഓൺലൈനാണ്, നമ്മൾ ഓഫ്ലൈൻ. വാവ് സൂപ്പർ. ഇതാ മറിച്ചൊക്കെ ഇട്ട് സൂപ്പർ ആയിട്ടുണ്ട്. അപ്പം നമ്മളെ കേക്ക് ഇത് അവിടെ റെഡി ആയി, ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കണം കണ്ടോ, നല്ല രസം. ഇനി നമ്മൾ കട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്, വൈകുന്നേരമായി. അപ്പം നമുക്കിത് ചായ കുടിക്കുമ്പം കട്ട് ചെയ്ത് കണ്ട് ഇന്നക്ക് വേണമെന്ന് പറഞ്ഞാൽ ഇന്നക്കും കൊടുക്കട്ടോ. അത് നോക്കാം. നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് ഓരോരുത്തർ അഭിപ്രായം ചോദിക്കാം. എന്നെ കൊണ്ടുപോകും, എന്നോട് ചോദിക്കാം. ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് കാണണം. അതന്നെ കാണുമ്പോ നല്ല രസമുണ്ട്. ഉണ്ടാക്കി ആക്കണ്ട നോണ വരുന്നുണ്ട്.
തിന്ന് കഴിക്ക് ആ കെട്ടിക്കുന്നു കുറച്ചൊരു പഞ്ചസാര എങ്ങനുണ്ട് മധുരം കുറവായിട്ടോ. ബാക്കിയൊക്കെ ഓക്കെ. അപ്പം നമുക്ക് ഗൈസ് ഇത് നമുക്ക് ഇന്നൊക്കെ കൊണ്ടുപോയി കൊടുത്തു നോക്കാം. ഇങ്ങനെ റിയാക്ഷൻ നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചിട്ട്. ഷെഫ് മുമ്പിൽ നടക്കും, ബാക്കിൽ ഞാൻ വരാം. അടക്കിയേ എന്താവും എന്താ അറിയില്ല. കണ്ട സൈഡിലൊക്കെ നോക്കിയിട്ട് കണ്ടില്ലേ ഗൈസ്, എൻ്റെ ഭർത്താവ് ഒരു സംഭവം തന്നെ. എന്നാ ഗൈസ് ഇത് ഇന്നൊക്കെ കൊടുക്കാം. എന്താ സൂപ്പറായോ? അപ്പൊ ഉഷാറായില്ലേ? ഞമ്മക്ക് തിന്നാ ഗൈസ്. എന്നിക്കാ എന്താ തോന്നുന്നു? അടിപൊളി, വളരെ അധികം മനോഹരം. ഹന്നിക്കാൻ്റെ ലോകത്താണ് ഹന്നിക്ക കൊണ്ടുവന്നതാണ് ഗൈസ്. ഇതാ ഈ എന്തേന്ന് ഇത് പറയല്, കടലാസ് പൂ നല്ല രസമല്ലേ? പിന്നെ പോകനില്ല അങ്ങനെയും പറയാം. പിന്നെ ഇതാ കണ്ടോ ഇതൊക്കെ പൂ ഇട്ടിക്കണേ. പിന്നെ ഇതാ ഹന്നിക്കാൻ്റെ താണ് കിളികൾ. എല്ലാം ഹന്നിക്ക ചെടിപ്രാന്തനാട്ടോ. എല്ലായിടത്തും ചെടിയൊക്കെ വാങ്ങിക്കൊണ്ടുവരും. അകത്തും ഉണ്ട് കുറേ ചെടികൾ. നമുക്ക് ചാമ്പൊക്കെ പറിക്കാം ഗൈസ്. മരത്തുമ്മ കയറില്ല, അതിന് ഉള്ളു നിറച്ചുണ്ട്. അയ്യോ വെല്ലൊക്കെ പറിച്ച് കൈ തന്നാണ്. തോന്നുന്നുണ്ട് ആ സൈഡിലും ഉണ്ട്. അതിന്റെ മേലെയൊക്കെ ഉണ്ട്. ഇത് ഇടയൊന്നും വെക്കട്ടെ. നല്ല വൃത്തി ഉണ്ട് അല്ലേ? അതൊക്കെ വാവ്. നമുക്ക് തൂഞ്ഞാൽ കൊണ്ടായി വെക്കാം. അതിനോ അത് ആ സൈഡിലുണ്ട്. എന്തൊക്കെയാ ഇതുണ്ടോ പടി? കൊറേ കുരുന്നുണ്ടായുണ്ടല്ലേ? അതിനെന്താ ഉറപ്പാ? തൊയിന് വയ്ക്കട്ടെ മതി. അങ്ങനെ നമുക്കിതാ ഇതേ കിട്ടിയുള്ളൂ കേട്ടോ. കുറേ കൊത്തിയതായിരുന്നു, അതുകൊണ്ട് ഇതേ കിട്ടിയുള്ളൂ. നല്ലത് ഇതുള്ളൂ, ബാക്കിയൊക്കെ കൊത്തിയതാ ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കാണാൻ ട്രൈ ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.